ഇങ്ങനെ കുറേ ദിവസം മാക്ഡൊണാൾഡ്സിനെ പറ്റിച്ചിട്ട് ഫ്രീ ഫുഡ് വാങ്ങിയിട്ടുണ്ട്. ജിദ്ദയിലായിരിക്കുന്ന സമയത്ത് ഞാൻ അമേരിക്കയിൽ നിന്ന് eBay യൂസ് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്ത ഒരു iPhone 7 Plus ഉണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് കളറിലുള്ള. ഇത് ഞാൻ സിഡിയെ വെച്ച് ജെയിൽ ബ്രേക്ക് ചെയ്തിട്ട് മാക്ഡൊണാൾഡ്സിൽ പോയി. മാക്ഡൊണാൾഡ്സിൽ അന്നൊരു ഓഫർ ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ടൈം ആയിട്ട് അവരുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഒരു ബർഗറും ഒരു ആപ്പിൾ പൈയും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പരിപാടി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇത് ഒരു വട്ടം വാങ്ങി. എന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വന്നിട്ട് ഈ ആപ്പിന്റെ ഡാറ്റ വൈപ്പ് ചെയ്തിട്ട് ഇത് വീണ്ടും നടക്കുമെന്ന് നോക്കി. ആൻഡ് ഇറ്റ് വർക്ക്ഡ്. നോർമലി ഐഫോണിൽ ഒരു തവണ നമ്മൾ ആപ്പ് കയറ്റി കഴിഞ്ഞാൽ പിന്നെ അത് അതിന്റെ ഡാറ്റ മായ്ക്കാൻ കഴിയില്ല, ഈവൺ ഇഫ് യു അൺഇൻസ്റ്റാൾ ഇറ്റ്. പിന്നെ ഇതായിരുന്നു കുറച്ച് ദിവസത്തേക്ക് പരിപാടി. ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് അവരെയും വണ്ടിയിൽ ഇരുത്തും. ഒരു തവണ ഞാൻ പോവും, 2 തവണ അവരും പോവും. ഇങ്ങനെ കുറേ ദിവസം മാക്ഡൊണാൾഡ്സിനെ പറ്റിച്ചിട്ട് ഫ്രീ ഫുഡ് വാങ്ങിയിട്ടുണ്ട് ജിദ്ദയിൽ നിന്ന്. ഇതെന്റെ ഒരു ജെന്യുവിൻ ക്യൂരിയോസിറ്റിന്റെ ഭാഗമായിരുന്നു അന്ന്. അതായത് ഇത്രയും വലിയ കോർപ്പറേറ്റുകൾക്കൊക്കെ ഇങ്ങനത്തെ ലൂപ്പ് ഹോൾ ഉണ്ടാവുമോ എന്നുള്ളായിരുന്നു അന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ഇങ്ങനത്തെ ഈ ജെന്യുവിൻ ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ഞാൻ പിന്നീട് ഈ ഒരു ഓൺലൈൻ സെയിൽസിലേക്കൊക്കെ എത്തിപ്പെട്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഇങ്ങനെ അന്നേ ഒരു ഓൺലൈനും നമ്പറും ജയിൽ ബ്രേക്കിങ്ങും ഒക്കെ ആയിട്ട് നമുക്കുള്ളൊരു ഇൻട്രസ്റ്റ് കാരണമാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിലുള്ള ജെന്യുവിൻ ക്യൂരിയോസിറ്റി എന്താണെന്നുള്ളത് നോക്കൂ, അത് എങ്ങനെ ഒരു ബിസിനസ് ആക്കാം എന്നുള്ളത് നോക്കൂ. ഇറ്റ് വിൽ വർക്ക്, നോ ഡൗട്ട്.